ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം വളരെ ലോലമായ ചരടിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഒന്നാണ്. ദാമ്പത്യ ബന്ധത്തിൽ ഒരുപാട് തർക്കങ്ങളും സ്നേഹങ്ങളും ഉണ്ടാകും. എന്നാൽ ചിലപ്പോൾ ഭർത്താക്കന്മാരുടെ ചില ശീലങ്ങൾ സ്ത്രീകളെ വൈകാരികമായി വേദനിപ്പിക്കുന്നു. അതുമൂലം അവരുടെ ബന്ധം അനുദിനം വഷളാകുന്നു. അത്തരം ബന്ധങ്ങൾ കാലക്രമേണ ദുർബലമാവുകയും ചെയ്യുന്നു. സ്ത്രീകൾ വെറുക്കുന്ന ഭർത്താക്കന്മാരുടെ ചില ശീലങ്ങൾ സ്ത്രീകളെ വൈകാരികമായി വേദനിപ്പിക്കുന്നു. അതുമൂലം അവരുടെ ബന്ധം അനുദിനം വഷളാകുന്നു. സ്ത്രീകൾ വെറുക്കുന്ന ഭർത്താക്കന്മാരുടെ അത്തരം ചില ശീലങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ ശീലങ്ങളുള്ള ഭർത്താക്കന്മാർ ഉണ്ടെങ്കിൽ ഉടനെ അത് മാറ്റുന്നതാണ് നല്ലത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഭാര്യയുടെ കുടുംബത്തെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നത്. ഭാര്യയുടെ കുടുംബങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും മോശമായി സംസാരിക്കരുത്. ഇതിലൂടെ ഭാര്യയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഭാര്യയുടെ മുൻപിൽ വെച്ച് ഭർത്താവ് അവരുടെ അച്ഛനെയോ അമ്മയെയോ സഹോദരങ്ങളെയോ മറ്റു കുടുംബാംഗങ്ങളെയോ കളിയാക്കുന്നത് ഭാര്യയ്ക്ക് ഒരിക്കലും ഇഷ്ടമാവില്ല. ഭർത്താവിന്റെ ഈ ശീലം നിങ്ങൾക്കിടയിൽ വഴക്കിനും പിണക്കത്തിനും കാരണമാകും. രണ്ടാമത്തെ കാര്യമാണ് ഭാര്യയുടെ ശരീരത്തെ മോശമാക്കി പറയുന്നത്. ശരീരപ്രകൃതിയെക്കുറിച്ചോ മുഖസൗന്ദര്യത്തെക്കുറിച്ചോ ആരെങ്കിലും അഭിപ്രായം പറയുമ്പോൾ തന്നെ സ്ത്രീകൾക്ക് ദേഷ്യം വരും. അങ്ങനെ ഇരിക്കുമ്പോൾ ഭർത്താവ് തന്നെ ഭാര്യയുടെ രൂപത്തെ കളിയാക്കുകയും അവളെ തടിയുള്ളവളെന്നോ ഉയരം കുറഞ്ഞവളെന്നോ വിളിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും അവരെ വേദനിപ്പിക്കും. ഭാര്യയുടെ നിറത്തെക്കുറിച്ചോ കഴിവിനെക്കുറിച്ചോ പറയുമ്പോഴും ശരീരത്തെക്കുറിച്ച് കളിയാക്കുമ്പോഴും അവർക്ക് തീർച്ചയായും ദേഷ്യം വരും. മൂന്നാമത്തെ കാര്യമാണ് സുഹൃത്തുക്കൾക്കിടയിൽ കളിയാക്കുന്നത്. പലപ്പോഴും ഭാര്യയും ഭർത്താവും പരസ്പരം കളിയാക്കാറുണ്ട്. എന്നാൽ ഈ തമാശ പരസ്പരം മാത്രമായിരിക്കണം. എന്നാൽ ഭർത്താവ് സുഹൃത്തുക്കളുടെ ഇടയിൽ വെച്ചോ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചോ കളിയാക്കുമ്പോൾ അത് ഭാര്യമാർക്ക് വളരെ മോശമായി തോന്നും. ഭർത്താവ് അബദ്ധവശാൽ പോലും കളിയാക്കാൻ പാടില്ല. അല്ലെങ്കിൽ ബന്ധത്തിൽ വിള്ളൽ വീഴാൻ അധികകാലം വേണ്ടിവരില്ല. നാലാമത്തെ കാര്യമാണ് അമ്മയുമായി താരതമ്യം ചെയ്യുന്നത്. പുരുഷന്മാർക്ക് വളരെ മോശമായ ഒരു ശീലമുണ്ട്. അവർ ഭാര്യയുടെ പ്രവൃത്തികളെ അവരുടെ അമ്മയുടെ പ്രവൃത്തികളുമായി താരതമ്യം ചെയ്യാൻ തുടങ്ങുന്നു. ഓരോ ചെറിയ കാര്യത്തിനും ചിലപ്പോൾ ഭർത്താവ് ഭാര്യയെ അമ്മയുമായി താരതമ്യം ചെയ്യുന്നു. പ്രത്യേകിച്ച് അമ്മയെപ്പോലെ രുചികരമായ ഭക്ഷണം പാകം ചെയ്യാൻ കഴിയാത്തതിനെ കുറിച്ച്. ഭർത്താവ് ഭാര്യയെ അമ്മയുമായി താരതമ്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു. അവളുടെ കുറവുകളും തെറ്റുകളും നിങ്ങൾ ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചാൽ ഭാര്യയ്ക്ക് തീർച്ചയായും കോപം വരും. ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ബന്ധത്തെ നശിപ്പിക്കുകയും ചെയ്യും. അഞ്ചാമത്തെ കാര്യമാണ് കള്ളം പറയുന്ന ശീലം. ഭാര്യയെ സന്തോഷിപ്പിക്കാനും വഴക്കുകൾ ഒഴിവാക്കാനും പുരുഷന്മാർ ചെറിയ നുണകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ ഭാര്യയ്ക്കൊരിക്കലും തന്റെ പങ്കാളി നുണ പറയുന്നത് ഇഷ്ടമല്ല. ഈ ശീലം ദാമ്പത്യത്തിലെ വിശ്വസ്തത നശിപ്പിക്കും. ഇതിലൂടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കും. ആറാമത്തെ കാര്യമാണ് മറ്റു സ്ത്രീകളെ നോക്കുന്ന ശീലം. പുരുഷന്മാരുടെ മറ്റൊരു ദുശീലം എന്തെന്നാൽ ഭാര്യ എത്ര സുന്ദരിയാണെങ്കിലും മറ്റു പെൺകുട്ടികളെ അവർ നോക്കും. ചിലപ്പോൾ മറ്റുള്ളവരിൽ ആകൃഷ്ടരായി അവരുമായി ബന്ധം സ്ഥാപിക്കാൻ വരെ പുരുഷന്മാർ ശ്രമിച്ചേക്കാം. ഇത്തരം ശീലം ഒരു ഭാര്യയും ഇഷ്ടപ്പെടുന്നതല്ല. നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളൽ വീഴാൻ ഇത് ധാരാളം. ഏഴാമത്തെ കാരണമാണ് അമിതമായ നിയന്ത്രണം. വിവാഹശേഷം ഭർത്താക്കന്മാർ ഭാര്യമാരുടെ മേൽ പലവിധ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അവർക്ക് ചില ആഗ്രഹങ്ങൾ ഉള്ളതുപോലെ മറ്റുള്ളവർക്കും ഉണ്ടെന്ന് അവർ മനസ്സിലാക്കണം. ഭർത്താവ് ഭാര്യയിൽ അമിതമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാൽ അത് ഭാര്യയെ ദേഷ്യം പിടിപ്പിക്കും. അതിനാൽ ഭാര്യയ്ക്ക് ആവശ്യത്തിന് സ്വാതന്ത്ര്യം നൽകാൻ ഭർത്താവ് തയ്യാറാകണം. എട്ടാമത്തെ കാര്യമാണ് അമിതമായ ദേഷ്യം. ഒരു വണ്ടിയുടെ 2 ചക്രങ്ങളാണ് ഭാര്യയും ഭർത്താവുമെന്ന് മനസ്സിലാക്കുക. ഇരുവരും പരസ്പരം ഒരാളില്ലാതെ ജീവിക്കാനാകില്ല. ജോലി സമ്മർദ്ദം മൂലമോ
ചിലപ്പോൾ ശരിയായി സംസാരിക്കാത്തതുകൊണ്ടോ ചിലപ്പോൾ ഭർത്താക്കന്മാർ ഭാര്യയോട് ദേഷ്യം പ്രകടിപ്പിക്കാറുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ അവർ വൈകാരികമായി വിഷമിക്കാതിരിക്കാൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ പരമാവധി മാന്യത പുലർത്തേണ്ടതുണ്ട്. അമിതമായി ദേഷ്യപ്പെടുന്ന ഭർത്താവിനെ ഭാര്യമാർ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ജീവിതം സന്തോഷത്തോടെ മുന്നോട്ടു പോകാൻ ഭർത്താവും ഭാര്യയും ഏത് കാര്യത്തിലായാലും ഒരുപോലെ പരിശ്രമിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ.